വിദേശകാര്യ വിദഗ്ധൻ ടി.പി. ശ്രീനിവാസൻ കൂടി ചേരുകയാണ്. ശ്രീ ടി.പി. ശ്രീനിവാസൻ, ഇന്നലെ ഈ ഒരു പ്രതിഷേധം വലിയ ശക്തമായ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ശർമ്മ ഒലി പറയുന്നത് ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നായിരുന്നു. ഇന്ന് രാവിലെ ആകുമ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു, ഉച്ചയാകുമ്പോൾ രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വരുന്നു. എവിടെയാണ് ഈ സർക്കാരിന്, കെ.പി. ശർമ്മ ഒലി സർക്കാരിന് പിഴച്ചത്? എനിക്കിതിൽ അതിശയമൊന്നുമില്ല. കാരണം നേപ്പാളിൽ എപ്പോഴും ഒരു വോളറ്റൈൽ ഗവൺമെന്റ് ഉണ്ട്, വോളറ്റൈൽ സിറ്റുവേഷൻ ആണുള്ളത്. ഒരു ചെറിയ രാജ്യത്ത് ഇത്രയും മാത്രം വ്യത്യസ്ത ശക്തികൾ പ്രവർത്തിക്കുന്നു. അവർ പലപ്പോഴും ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നു, ഒരു രാജകുടുംബത്തെ തന്നെ നശിപ്പിക്കുന്നു. അങ്ങനെയുള്ള ധാരാളം വിഷയങ്ങൾ നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു സ്റ്റെബിലിറ്റി ഉള്ള സ്ഥലമല്ല. അപ്പോൾ ആർക്ക് ഏത് വേണമെങ്കിലും ഒരു തീ കത്തിച്ചാൽ അത് വളരെ പടർന്നു പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ ഇവിടുത്തെ കാര്യത്തിൽ അവർ പറയുന്നത് റെസ്ട്രിക്ട് ചെയ്തു എന്നുള്ളതാണ്. ഇന്റർനെറ്റ് റെസ്ട്രിക്ട് ചെയ്തു എന്നുള്ളതാണല്ലോ ആദ്യത്തെ ഒരു പ്രശ്നമായിട്ട് പുറത്തു വന്നത്. അത്ര വലിയ കാര്യമൊന്നുമാണെന്ന് തോന്നിയില്ല ആ സമയത്ത്. പക്ഷെ അതാണ് അവിടുത്തെ സ്ഥിതിവിശേഷം. കാരണം വളരെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉള്ളത് പൊളിറ്റിക്കലി. അപ്പൊ ആർക്ക് വേണമെങ്കിലും അത് യൂസ് ചെയ്യാം അതിനനുസരിച്ച്. അപ്പോൾ ഗവൺമെന്റിന് അത് നിലനിർത്താൻ പറ്റുകയില്ല. കാരണം അവർക്ക് അതുമാത്രമുള്ള ശക്തി, ജനങ്ങളെപ്പോലും നിയന്ത്രിക്കാനുള്ള സൈനിക ശക്തി ഒന്നുമില്ല. ഒരു പോലീസ് ഫോഴ്സ് ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് അസാധാരണമല്ല. പക്ഷെ എങ്ങനെയാണ് ഇതിങ്ങനെ പെട്ടെന്ന് ആൾ കത്തിയതെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷെ തീർച്ചയായിട്ടും അതിപ്പോഴത്തെ റിസൈൻ ചെയ്ത പ്രധാനമന്ത്രിക്കെതിരായിട്ടായിരിക്കാം, അദ്ദേഹത്തിന്റെ പോളിറ്റിക്സിനെതിരായിട്ടായിരിക്കാം. അതിലിനി ഇപ്പൊ പല പ്രശ്നങ്ങളും ഇത് ചൈനയാണോ ഇതിന്റെ പുറകിൽ, അതോ ഇന്ത്യ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നു വന്നേയിരിക്കും. പക്ഷെ ഇതിൽ അതിശയിക്കാനില്ല. ശ്രീ ടി.പി. ശ്രീനിവാസൻ, അതോടൊപ്പം ഇതെങ്ങനെ ഇനി ഇതിന്റെ അവസാനം, ഇതിന്റെ ഒരു പ്രശ്ന പരിഹാരം എന്നത് കൂടിയുണ്ടല്ലോ. കാരണം ഇനി ഇവരോട് ആര് സംസാരിക്കും എന്നത് കൂടി ഒരു നോക്കുകുത്തിയായി നിൽക്കുകയാണ്. കാരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ അവരുടെ ഒരു നേതൃത്വമോ ആ തരത്തിൽ ഒരു പാർട്ടിയോ ആ തരത്തിലൊന്നും അവിടെ ഇല്ല. അതെ, എമർജി ചെയ്യും, സംശയമൊന്നുമില്ല. അടുത്ത 24 മണിക്കൂറിൽ നമ്മൾ കാണും ആരാണ് ഇതിന്റെ പുറകിലെന്ന്, എന്തായിരുന്നു ഉദ്ദേശം എന്നുള്ളത്. അത് ഒരു ഡെഫിനറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടാകാൻ സാധ്യതയില്ലായിരുന്നെങ്കിൽ നമുക്കറിയാമായിരുന്നല്ലോ ആരായിരിക്കും ഇത് അവരെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. പ്രധാനമന്ത്രി രാജിവെച്ചതോടുകൂടി ഇത് വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. ആർക്കാണ് അധികാരം ഏറ്റെടുക്കാൻ കഴിയുക, എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുക എന്നുള്ളതൊക്കെ. പക്ഷെ ഒരു ലിമിറ്റിന് പുറത്തു പോകാൻ സാധ്യതയില്ല താനും. കാരണം അവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഡെമോക്രാറ്റിക് അറ്റ്മോസ്ഫിയറിലാണ് നേപ്പാൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ തന്നെ, ഇന്ത്യ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യം നമ്മൾ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായി എന്തൊക്കെയോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് കാണേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് ഇവിടെ ആ സ്ഥിതി മാറുന്നത് എന്നുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും ഒരു ഇൻസ്റ്റേബിൾ ആയിരിക്കുകയാണ്. അത് ഇന്ത്യക്കും വളരെ പ്രധാനമാണ്. കാരണം അവിടെ അതിർത്തിയിലുള്ള പ്രശ്നങ്ങളും അവരും ചൈനയുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്നതേ ഉള്ളൂ. എപ്പോഴും ഇന്ത്യയാണ് അവർ കുറ്റം പറയുക. രാജകുടുംബത്തെ നശിപ്പിച്ചപ്പോഴും അത് ഇന്ത്യയാണ് ചെയ്തതെന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു കാര്യം കൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയെ പറ്റി അവരെന്ത് പറയുന്നു, ആരാണ് ഇവിടെ നിന്ന്, ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ, ഇതൊക്കെ. അപ്പോൾ അതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിശയകരമല്ല. പക്ഷേ ഇത് എങ്ങനെ തിരിഞ്ഞു വരും, എങ്ങനെ അവസാനിക്കും എന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധ്യമല്ല. ഈ പ്രതിഷേധത്തിന്റെ ഒരു വ്യാപ്തി കണക്കുകൂട്ടുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്കാകെ പിഴച്ചു എന്ന് തന്നെ പറയാമല്ലേ? അതായിരിക്കുമല്ലോ, അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നവർ വിചാരിച്ചിരുന്നില്ല റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തപ്പോൾ. അത് പൊതുവെ ഇന്റർനെറ്റിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും അതുപോലെ അത് യങ്ങർ ജനറേഷൻ എങ്ങനെ ബാധിക്കും എന്നുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാ രാജ്യങ്ങളും ഫേസ് ചെയ്യുന്നതാണല്ലോ. അപ്പൊ പലപ്പോഴും അത് പെട്ടെന്ന് ഇത് കാര്യങ്ങൾ മെച്ചപ്പെടും എന്നുള്ള വിശ്വാസത്തോടുകൂടി ചെയ്താകാനും സാധ്യതയുണ്ട്. പലയിടത്തും അതുപോലെയുള്ള റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഇന്റർനെറ്റ് സ്വാതന്ത്ര്യം ഒരു ഫണ്ടമെന്റൽ റൈറ്റായി മാറിയിരിക്കുക. അതുകൊണ്ട് ക്രിമിനൽസിനെ പോലും അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ജയിലുകളിൽ പോലും ഇത് ഉപയോഗിക്കപ്പെടുന്നു. കമ്മ്യൂണിക്കേഷൻ വളരെ സ്വിഫ്റ്റാണ്. അപ്പോൾ ചൈനയിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ അതൊരു ഈ കാലത്തെ കമ്മ്യൂണിക്കേഷൻസിന്റെ അല്ലെങ്കിൽ ജീവിത രീതിയുടെ ഒരു ഭാഗം കൂടിയാണിത്. ഇതുവരെയുള്ള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റ് ചെയ്യാനോ അത് ചൂസ് ചെയ്യാനോ ടെക്നോളജിയും അങ്ങനെ ഗ്രോത്ത് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വയ്യാത്ത പോലെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട്
സാഹചര്യമാണ് അവിടെ ഇപ്പോൾ നമ്മൾ നേപ്പാളിൽ കാണുന്നത്. വളരെയധികം നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ പ്രതികരിച്ചതിന്. എന്തായാലും നേപ്പാളിൽ ഉടൻ തന്നെ ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു നേതൃത്വത്തിലേക്കൊക്കെ കാണാൻ പറ്റും എന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ആ തരത്തിൽ സർക്കാരിനെ ചർച്ച ചെയ്യാൻ ഒരു നേതൃത്വം എന്തായാലും വന്നേ തീരൂ. കാരണം എന്തായാലും നിലവിലെ സാഹചര്യം വലിയ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് എന്ന് ടി പി ശ്രീനിവാസനും പറയുന്നു. ലിജോ.